ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ അക്കാലത്ത് USSR എന്നറിയപ്പെട്ടിരുന്ന റഷ്യൻ ഫെഡറേഷനുമായി ഇന്ത്യ അടുത്ത ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചിരുന്നു. ഈ നയതന്ത്ര ഐക്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധങ്ങളും കൂടുതൽ ദൃഢമാക്കിയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷവും റഷ്യ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തുകയും ചെയ്തു. ഇപ്പോഴും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 2000 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഒപ്പുവെച്ചതിന് ശേഷം രാഷ്ട്രീയ സുരക്ഷ, പ്രതിരോധം, വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ മെച്ചപ്പെട്ട സഹകരണമാണ് ഇരു കൂട്ടരും കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ സൈനിക ശക്തിയിൽ ഏറെ മുൻപന്തിയിലുള്ള ഇന്ത്യയുമായി സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കാൻ ലക്ഷ്യമിടുകയാണ് റഷ്യ. ഇത് സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനികരുടെ പ്രവർത്തന ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത അഭ്യാസം ഉൾപ്പെടെ പ്രതിരോധ, സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം ആഗോളതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സൂചന കൂടിയാണ്. ഇന്ദ്ര, ആവിയ ഇന്ദ്ര നേവി തുടങ്ങിയ നിരവധി സംയുക്ത കര, വ്യോമ, കടൽ അഭ്യാസങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയിട്ടുണ്ട്. മികച്ച ആയുധമുറകൾ പങ്കിടുന്നതിനും സംയുക്ത പ്രവർത്തന തന്ത്രങ്ങളും നടപടിക്രമങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഇത് സഹായിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്ത ആഴ്ച റഷ്യ സന്ദർശിക്കും. റഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ ബൈരസോവുമായി രാജ്നാഥ് സിംഗ് ഇതിനെപ്പറ്റി ചർച്ചകളും നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. 2018 4 യുദ്ധക്കപ്പലുകൾ വാങ്ങാൻ ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പുവെച്ചിരുന്നു. ആ കരാർ പ്രകാരമുള്ള 2 ഫ്രിഗേറ്റുകൾ നേരിട്ട് ഇറക്കുമതി ചെയ്യണം. ബാക്കി 2 റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പ്രാദേശികമായാണ് നിർമ്മിക്കുന്നത്. തുഷീൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേത് രാജ്യത്തിന്റെ നാവിക ശക്തിക്ക് വലിയ ഉത്തേജനം നൽകുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഇന്ത്യൻ നാവികസേനയിൽ സേവനത്തിലുള്ള 6 റഷ്യൻ നിർമ്മിത തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ 3 യന്തർ ഷിപ്പ്യാർഡ് മുമ്പ് നിർമ്മിച്ചതായിരുന്നു. പാശ്ചാത്യ സമ്മർദ്ദങ്ങളും ഉപരോധ ഭീഷണികളും അവഗണിച്ച് 2018 റഷ്യയിൽ നിന്ന് ഏകദേശം $5.43 ബില്യൺ ഇന്ത്യ സംഭരിച്ച S-400 ട്രയംഫ് മിസൈൽ സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന 2 സ്ക്വാഡ്രണുകൾ റഷ്യയിൽ നിന്ന് ഉടനെ ഇന്ത്യയിലെത്തും എന്നാണ് അറിയുന്നത്. വർഷങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന നിലയിൽ നിന്നും സംയുക്ത ഗവേഷണം, ഡിസൈൻ വികസനം, നൂതന സൈനിക സംവിധാനങ്ങളുടെ ഉൽപ്പാദനം എന്നിവയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ സംയുക്ത വികസനം, ഫൈറ്റർ ജെറ്റുകളുടെയും T-90 ടാങ്കുകളുടെയും ലൈസൻസ് ഉള്ള നിർമ്മാണം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ AK-203 റൈഫിലുകളുടെ നിർമ്മാണം എന്നിവയും ഉൾപ്പെടുന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയുടെ പ്രധാന അതിർത്തി മേഖലകളിൽ സുരക്ഷാ തകർച്ചകൾ തടയാൻ സഹായിക്കുമെന്നാണ് പ്രതിരോധ വകുപ്പിന്റെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുമെന്നും പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു. സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും ഈ അഭ്യാസ പ്രകടനം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.